അക്കാദമിക് പ്രോജക്ട് ഫസ്റ്റ് റിവ്യൂ. ഒരു അക്കാദമിക് പ്രോജക്റ്റിന്റെ ഫസ്റ്റ് റിവ്യൂവിൽ എന്തെല്ലാം കണ്ടന്റുകൾ ആവശ്യമുണ്ട് എന്നുള്ള ക്ലാസ്സാണ് ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് റിവ്യൂല് സിനോപ്സിസ് ആണ് ആദ്യം വെക്കേണ്ടത്. സിനോപ്സിസ് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനോപ്സിസിലെ കണ്ടന്റുകളും സിനോപ്സിസിലെ എന്തൊക്കെ കാര്യങ്ങളാണ് സിനോപ്സിൽ വെക്കേണ്ടതൊക്കെ അനുസരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സിനോപ്സിസ് ആണ് ഫസ്റ്റ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത്. അതിലുള്ള കണ്ടന്റുകളാണ് പ്രൊജക്ട് അബ്സ്ട്രാക്ട്, എക്സിസ്റ്റിംഗ് സിസ്റ്റം, അതിന്റെ ലിമിറ്റേഷൻസ്, പ്രപ്പോസൽ സിസ്റ്റം, മെറിറ്റ്സ്, സിസ്റ്റം റിക്വയർമെന്റ്സ്, ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ്, സിസ്റ്റം സോഫ്റ്റ്വെയർ ടൂൾസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സിനോപ്സിൽ ഉണ്ടായിരിക്കുക. ഈ ഡീറ്റെയിൽഡ് ആയിട്ട് എന്റെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കേൾക്കുക. ഓക്കെ. സെക്കൻഡ് അതിന്റെ കൂടെ ഉള്ള കൺസെപ്റ്റ് ആണ് സിസ്റ്റം ഡിസൈൻ. എന്താണ് സിസ്റ്റം ഡിസൈൻ? അതിൽ വരുന്നതാണ് ഫോം ഡിസൈൻ. നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതും ഏതൊരു പുതിയൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിലും എക്സിസ്റ്റിംഗ് സിസ്റ്റം ആയാലും ഏത് ടൈപ്പ് പ്രൊജക്റ്റുകളാണെങ്കിലും അതിൽ നമ്മൾ ഒരു ഇന്റർഫേസ് ഉണ്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെ? ആ ഇന്റർഫേസിലാണ് ഫോം എന്ന് പറയുന്നത്, ഫോം ഡിസൈൻ. അപ്പൊ ഫോം ഡിസൈനിങ് ആണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ യൂസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന യൂസർ ഡിസൈൻ, യൂസർ വിൻഡോ, അല്ലെങ്കിൽ UI യൂസർ ഇന്റർഫേസ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതാണ് ഫോം ഡിസൈൻ. ആ ഫോം ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുക, അതിന്റെ ഡിസൈൻ വരച്ചു വെക്കുക. ഇതിന് വേറെ ഒന്നാണ് ഇൻപുട്ട് ഡിസൈൻ. ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ഒരു യൂസറിന്റെ കമ്മ്യൂണിക്കേഷൻ, യൂസറിന് സിസ്റ്റമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇൻപുട്ട് വാല്യൂ എൻ്റർ ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ടാവും, അല്ലെ? യൂസർ ഡാറ്റ ഇൻപുട്ട് ആയിട്ട് റീഡ് ചെയ്യുക, എങ്കിലാണ് ആ ഡാറ്റ പ്രോസസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ആയി കിട്ടുള്ളൂ. അപ്പൊ ഇൻപുട്ട് ഡിസൈൻ എന്തൊക്കെയാണ് ഇൻപുട്ട് ചെയ്യേണ്ടത്, അതിന്റെ ഒരു ഡിസൈൻ ഉണ്ടാവും. ആ ഡിസൈൻ സബ്മിറ്റ് ചെയ്യാം. അതിന്റെ കൂടെ തേർഡ് വൺ ഔട്ട്പുട്ട് ഡിസൈൻ. ഇങ്ങനെ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം ഔട്ട്പുട്ട് കിട്ടും, അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് ഡിസൈൻ. ഈ 3 ടൈപ്പ് ഡിസൈൻസ് ആണ് സിസ്റ്റം ഡിസൈനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ഡാറ്റ ഫ്ലോ ഡയഗ്രാം, DFD എന്ന് പറയാറുണ്ട്, അല്ലെ? ഇപ്പൊ ഡാറ്റ ഫ്ലോ ഡയഗ്രാം എന്നുള്ള കൺസെപ്റ്റ് ആണ് DFD. ഡാറ്റ എങ്ങനെ എവിടുന്ന് എങ്ങോട്ട് പോകുന്നു ആ ഒരു കൺസെപ്റ്റ് പറയാണ് ഡാറ്റ ഫ്ലോ ഡയഗ്രാം, അല്ലെ? അതിന്റെ ഡാറ്റ ഫ്ലോ ഡയഗ്രാം തന്നെ 3-4 ലെവൽസ് ഉണ്ടായിരിക്കും. 0 ലെവൽ, ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, 0 ലെവൽ കഴിഞ്ഞാൽ 1.1, 1.2 ആ ലെവൽസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പല ടൈപ്പ് ഡാറ്റ ഫ്ലോ ഡയഗ്രാംസ് ഉണ്ട്. പല ലെവൽസ് നോക്കിയിട്ട് വേണം അറേഞ്ച് ചെയ്യാൻ. സാധാരണ 3 ലെവൽ വരെ ഉണ്ടാവാറുള്ളൂ, 0, 1, 2. അപ്പൊ അതിന്റെ സബ് ആയിട്ട് വരുന്നത് 1.2, 2.3 എന്ന് പറഞ്ഞുള്ള ലെവൽസ് ഉണ്ടായിരിക്കാറുണ്ട്. ഓക്കെ, അത് കൊടുത്തൊക്കെ ഡാറ്റ ഫ്ലോ ഡയഗ്രാം. അതുപോലെ യൂസ് കേസ് ഡയഗ്രാം ചില സിസ്റ്റം ഡെവലപ്മെന്റ് ഉണ്ടാവും. നമുക്കിവിടെ സാധാരണ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, അതുപോലെ വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞു പ്രൊജക്ടുകൾ. പക്ഷെ അതിൽ ചില പ്രൊജക്ട് സിസ്റ്റം ഡെവലപ്മെന്റ് ഉണ്ടാവും. അതിൽ ഡാറ്റ ഫ്ലോ ഡയഗ്രാം വരയ്ക്കാൻ കഴിയില്ല. അതിന്റെ കേസാണ് യൂസ് കേസ് ഡയഗ്രാംസ് വരയ്ക്കാം. പല ടൈപ്പ് ഡയഗ്രാംസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡയഗ്രാംസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊരു യൂസ് കേസ് ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. മെഷീൻ ടൈപ്പ് ഡയഗ്രാം, ഒരു മെഷീന്റെ വർക്കിംഗ് കേസ് പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ യൂസ് കേസ് ഡയഗ്രാം നമുക്ക് വരയ്ക്കാൻ പറ്റും. ഡാറ്റ ഫ്ലോ ഡയഗ്രാം, ഡാറ്റ അല്ല ഫ്ലോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഒരു മെഷീന്റെ ഓരോ സ്റ്റേറ്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, സ്റ്റേറ്റ് ഡയഗ്രാംസ് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റ് യൂസ് ചെയ്യുന്നത് എന്നെ ഇവിടെ ഈ ഡയഗ്രാംസ് ആണ് എങ്ങനെ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏത് വരെ എൻഡ് ചെയ്യാൻ പറ്റും ആ ഒരു കൺസെപ്റ്റ് ആണ് ഇത് വരുന്ന ഡയഗ്രാംസ്. നെക്സ്റ്റ് വരുന്ന ഡാറ്റാബേസ് ഡിസൈൻ. ഇപ്പൊ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ആ ഡിസൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതായത് ടേബിൾസ് ആണ് അതിൽ വരിക. ഏതെല്ലാം ടേബിൾസ് ഉണ്ടായിരിക്കും നമ്മുടെ കണ്ടന്റ് ചെയ്യുന്ന കണ്ടന്റിലെ ഡാറ്റാബേസിലെ സിസ്റ്റം ടേബിൾസ് ഉണ്ടായിരിക്കും. ആ ടേബിൾസ് ഇൻപുട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഫോം ഡിസൈൻ പറഞ്ഞില്ല, അതിൽ ഇൻപുട്ട് ഡിസൈൻ ഉണ്ട്, ഔട്ട്പുട്ട് ഡിസൈൻ ഉണ്ട്. ഇൻപുട്ട് ആയാലും ഔട്ട്പുട്ട് ആയാലും ചെയ്യുമ്പോൾ ആ ഡാറ്റാബേസ് പോയിട്ട് ഡാറ്റ പിക്ക് ചെയ്ത് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ ഏതെല്ലാം ടേബിൾസ് ഉണ്ടായിരിക്കും, ആ ടേബിൾസ് ആരൊക്കെ ആക്സസ് ചെയ്യും, അതിന്റെ പ്രൈമറി കീ, ഫോറിൻ കീ, അങ്ങനെയുള്ള കണ്ടന്റ് ടേബിൾസ് ഡിസൈൻ ചെയ്യുന്ന ഒരു കണ്ടന്റാണ് ഡാറ്റാബേസ് ഡിസൈൻ പറയുന്നത്. അപ്പൊ ഇത്രയും ഫസ്റ്റ് റിവ്യൂല് ഈ ഒരു കേസസ് വരും, ഇത്രയും പോർഷൻസ്. സിനോപ്സിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സിനോപ്സിസ് കംപ്ലീറ്റ് വേണം. കഴിഞ്ഞ റിവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സിനോപ്സിസ് എന്ന് പറഞ്ഞ കണ്ടന്റ് കംപ്ലീറ്റ് വേണം. കൂടാതെ സിസ്റ്റം ഡിസൈൻ, ഡാറ്റ ഫ്ലോ ഡയഗ്രാം ആൻഡ് ഡാറ്റാബേസ് ഡിസൈൻ, ഇത്രയും പോർഷൻസ് ആണ് ഫസ്റ്റ് റിവ്യൂല് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡ് റിവ്യൂല് എന്തെല്ലാം പോർഷൻസ് ആണ് കവർ ചെയ്യാൻ നോക്കാം. താങ്ക് യു.